സുദർശന ഹോമമാണ്. എങ്ങോട്ടാ പോകണം, കുടുംബത്തിൽ ഇപ്പൊ കല്യാണം നമ്മൾ ചെയ്യാമോ, ഈ പ്രപ്പോസൽ ഓക്കെ ആണോ
എല്ലാമേ നമുക്കുള്ളിലിരുന്ന് അന്തര്യാമയുടെ ഗൈഡൻസ് ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. സോ ആ ഒരു ഗൈഡൻസ് നമുക്ക് വേണമെങ്കിൽ ഈ ഹോമത്തിൽ സ്പെഷ്യലായിട്ട് ശ്രീ പരംജ്യോതി കൽക്കി നമുക്കത് തരാൻ പോകുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ട്. ഭഗവാനിക്ക് അതോടുകൂടി നമുക്ക് ദൈവിക സംരക്ഷണം. സോ ആ ഒരു സുപ്രീം പ്രൊട്ടക്ടർ ആരാണ്? ശ്രീ സർവദേവ പരംജ്യോതി കൽക്കിയാണ് പരമ ഉന്നത സംരക്ഷകൻ. സോ അവരായിട്ടുള്ള ബന്ധം നമുക്ക് ഇന്ന് വളരെ സ്ട്രോങ് ആവാൻ പോകുന്നു. സോ ഈ ഹോമത്തിൽ പങ്കെടുത്തതിന് ശേഷം ഇവിടുത്തെ എല്ലാ ഭക്തർക്കും ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഒരു ആളുടെ അനുഭവം, രജനിയുടെ അനുഭവം നമുക്ക് കേൾക്കാം. അതിനുശേഷം നമുക്ക് ഹോമത്തിലേക്ക് പോകാം. നമസ്തേ. പരംജ്യോതി ശരണം. സത്യലോക പുണ്യഭൂമിയിൽ സുദർശന ഹോമം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന എല്ലാ ഭക്തർക്കും വിനീതമായ നമസ്കാരം. നമസ്തേ ദാസജി. ഹോമങ്ങൾ ഞങ്ങൾക്ക് എന്നും കൽപവൃക്ഷമാണ്. ഹോമത്തിന്റെ എന്റെ ഏറ്റവും ആദ്യത്തെ പ്രയറായിരുന്നു ഒരു സ്വന്തമായിട്ട് വീട് വേണമെന്ന്. സ്ഥലം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അതൊരു പാഡി ഫീൽഡായിരുന്നു. ഞങ്ങൾക്ക് വീടിന് വെക്കാനുള്ള സാങ്ഷൻ കിട്ടായിരുന്നില്ല. ഇവിടെ വന്ന് ഹോമത്തിൽ പങ്കെടുത്ത ശേഷം ആ ഒരു പ്രയർ ശക്തമായിട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഹോമം ഈ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാൻ പറ്റി അത് പാഡി ഫീൽഡിൽ ഇത് മാറ്റിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വീട് വെക്കാനുള്ള സാങ്ഷൻ കിട്ടി. അങ്ങനെ ആ ഒരു സന്തോഷം, ആ ഒരു വീട് വെക്കാനുള്ള ഞങ്ങളുടെ സ്വപ്നം പലരുത്തി അമ്മ ഭഗവാനൊക്കെ നടത്തി തന്നു. അമ്മ ഭഗവാനെ കൂടി നന്ദി. അതുപോലെ തന്നെ ആ വീട് വെക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കുറികളായിട്ടും ലോണുകളായിട്ടും ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭവനം ഞങ്ങൾക്ക് പണിയാൻ സാധിച്ചു. ഒപ്പം തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ എന്തൊക്കെ ഞങ്ങൾ വാഹനങ്ങൾ ആഗ്രഹിച്ചു ഞങ്ങൾ തന്നു. ഇഷ്ടപ്പെട്ട ആഭരണങ്ങൾ വാങ്ങിക്കാൻ സാധിച്ചു. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിക്കാൻ സാധിച്ചു. എല്ലാ കാര്യത്തിലും അമ്മ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇനി എൻ്റെ മക്കളുടെ കാര്യത്തെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ മകൾ ശീത എല്ലാവർക്കും അറിയാം. എല്ലാ ക്ലാസ്സുകളിലും നല്ല വിജയം നേടി വന്ന കുട്ടിയാണ്. അവൾക്ക് 10ാം ക്ലാസ് എത്തിയപ്പോൾ ഫുൾ A+ കിട്ടി. +2 92% മാർക്ക്. ഡിഗ്രിക്കും ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആയിരുന്നു. അവൾ PG നല്ല മാർക്കോടെ പാസ്സായി. ഇപ്പോൾ B.Ed ചെയ്തുകൊണ്ടിരിക്കുന്നു. മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറഞ്ഞിരുന്നു, മകൻ IQ ബിലോ ആവറേജ് ആയ കുട്ടിയാണ്, എൻ്റെ ഡോക്ടർ വിദ്യ എഴുതിയ കുട്ടിയാണ്. പക്ഷെ ഇന്ന് അവൻ B.Tech എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അമ്മ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇന്ന് ഞങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല ഹോമങ്ങളും ഞങ്ങളുടെ കഷ്ടപ്പെട്ട് വന്നിരുന്നു. ഇന്ന് എല്ലാ ഹോമങ്ങളും ഫാമിലി ആയിട്ട് വന്നെടുക്കാൻ സാധിക്കുന്നു. ഇന്ന് ഭഗവാന്റെ 2 വർഷമായിട്ട് കുബേര മെമ്പറാണ്. ഇനിയും അമ്മ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭഗവാൻ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഭഗവാൻ. അതുപോലെ തന്നെ വീട്ടിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം ഭഗവാനോട് ചോദിക്കണ്ട, ഒന്ന് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഇത് വേണമല്ലോ ഒന്ന് പറഞ്ഞാൽ മതി, അതപ്പോൾ തന്നെ ഞങ്ങൾക്ക് സാധിച്ചു തരും. അതുപോലെ തന്നെ ഹോമത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും ഹൈലൈറ്റ് എടുക്കുന്നത് പ്രൊട്ടക്ഷനാണ്. ഓരോ സമയത്തും എന്തൊക്കെ രീതിയിൽ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണോ അതെല്ലാം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വാഹനങ്ങൾ പോകുമ്പോഴാണെങ്കിലും ആ രക്ഷാക്കൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജോലിയിലാണെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ഇലക്ട്രിസിറ്റി ബോർഡിൽ 29 വർഷം ജോലി ചെയ്തു വന്നിട്ടാണ്. അത്രയും വർഷത്തോളം ഒരു അപകടവും കൂടാതെ അദ്ദേഹത്തിന് അത് ജോലി പൂർത്തിയാക്കാൻ സാധിച്ചു. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ടെമ്പററി സ്റ്റാഫാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ സീറ്റിൽ പറഞ്ഞാൽ ഒരാൾ വന്നാൽ ഞാൻ ഔട്ടാവും. പക്ഷേ ഇത്ര വർഷമായിട്ടും 15 വർഷമായി ഞാൻ ആ സീറ്റിലിരിക്കുന്നു. ഇതുവരെ ഒരാൾ ആ സീറ്റിലേക്ക് വന്നിട്ടില്ല. അതും ഭഗവാന്റെ പ്രൊട്ടക്ഷൻ കൊണ്ട് മാത്രമാണ്. താങ്ക് യു ഭഗവാൻ. അതുപോലെ തന്നെ യാത്രയിലാണെങ്കിൽ ഈ കഴിഞ്ഞ ഓണത്തിന് മുന്നേ അപകടം നടന്നു. എൻ്റെ മകൻ വണ്ടിയിൽ പോകുമ്പോൾ സ്കൂട്ടർ ഇടിക്കുന്നു, വേറെ തട്ടി. അന്ന് അപകടത്തിൽ എൻ്റെ മക്കൾക്ക് ഒരു പോറിന് പോലും പറ്റിയില്ല. അത് ഭഗവാന്റെ രക്ഷപ്പെടുന്നത് മാത്രമാണ്. ഞങ്ങളുടെ അവരൊപ്പം ഉണ്ടായിരുന്ന ആക്സിഡന്റ് ലേഡിക്ക് അവരെ ട്രീറ്റ്മെന്റ് കൊണ്ടി ഒരു 1.5 ലക്ഷം രൂപ ഞങ്ങൾക്ക് അപ്പം തന്നെ കൊടുക്കേണ്ടി വന്നു. അത് ഭഗവാൻ വളരെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കാരണം ആ അപകടം പറ്റിയ ഫാമിലി അറിയുന്ന ഫാമിലിയായിരുന്നു. അവരൊരു ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു. അവരുടെ മകളുടെ അഡ്വക്കേറ്റ് ആയിരുന്നു. അതുകൊണ്ട് 1.5 വർഷം കൊണ്ട് അതെല്ലാം സെറ്റിൽ ചെയ്തു. ഞങ്ങളത് പൈസ തിരിച്ചു കിട്ടി. ഒരു തവണ പോലും എൻ്റെ മകനെ കോടതി കയറേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് നല്ല ഭയമുണ്ട്. അത് ഭഗവാൻ വളരെ പ്ലാൻ ചെയ്ത് തന്നു. അമ്മ ഭഗവാനെ കൂടി നന്ദി. ജീവിതത്തിൽ പലപ്പോഴും അത് സമ്മതിക്കും. പക്ഷെ അവിടെയെല്ലാം ഭഗവാന്റെ സ്നേഹ കാര്യം ഞങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഞങ്ങൾ പുഷ്പം പോലെ കൈ കൊണ്ട് നടക്കുന്നു. ഇനിയും അമ്മ ഭഗവാന്റെ സേവ ചെയ്ത് ഞങ്ങൾ 4 പേര് സേവയിലുണ്ട്. ഇനിയും ഭഗവാന്റെ സേവ ചെയ്ത് കുടുംബത്തിൽ എല്ലാ ഐക്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി സമാധാനത്തോടെ ഞങ്ങൾ ജീവിക്കുന്നു. ഇനിയും അമ്മ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച് അമ്മ ഭഗവാൻ.
Thank you. जय बोलाल प्रदान श्री भगवान की जय. സോ ഈ ഹോമത്തിന്റെ സങ്കല്പം ശ്രീ പരംജ്യോതി കൽക്കി നമുക്ക് നിഷേധാത്മക ഊർജങ്ങളിൽ നിന്ന് ദൈവിക സംരക്ഷണം നൽകും. ആരോഗ്യം, ദീർഘായുഷ്യം പ്രദാനം ചെയ്യുന്നതിനായി ശാരീരിക രോഗങ്ങളിൽ നിന്ന് നമുക്ക് മോചനം, നമുക്ക് അപകടങ്ങളും ആപത്തുകളും മുൻകൂട്ടി കാണാനുള്ള കഴിവ് അവയെ മറികടക്കാൻ സഹായിക്കും. പിന്നെ ലോകത്തിൽ നമുക്ക് ചുറ്റുമുള്ള ശത്രുതയിൽ നിന്ന് അതിൽ നിന്ന് മറികടക്കാനുള്ള ശക്തി നമുക്ക് നൽകുന്നു. സ്വധർമ്മം കണ്ടെത്താനും ബുദ്ധിയുടെ ഒഴുക്കിനെയും സഹായിക്കുന്നു. ഈ ജീവിത നിലവാരം ഉയർത്താനുള്ള അറിവും കഴിവുകളും നൽകുന്നു. സാമ്പത്തിക ഉന്നമനവും ആഗ്രഹ പൂർത്തീകരണവും നൽകി അനുഗ്രഹിക്കുന്നു. ജീവിത ലക്ഷ്യങ്ങൾ കൈവരിക്കുകയും എല്ലാ മേഖലയിലും നമുക്ക് വിജയം കൈവരിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വിജയം കിട്ടാനും ഈ ഹോമം നമ്മളെ സഹായിക്കും. സമ്പത്തും സമൃദ്ധിയും നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഉന്നത ചൈതന്യസ്ഥിതിയും ഭഗവത് സാക്ഷാത്കാരവും ജീവൻ മുക്തിയും. അത് മാത്രമല്ല, ശ്രീ പരംജ്യോതി അമ്മ ഭഗവാൻ നമുക്ക് ഈ ഹോമത്തിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്ന we must become a master in art of seeing. സോ അത് നമുക്ക് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മുക്തി ഉണ്ടാവും. സോ നമുക്ക് ആർട്ട് ഓഫ് സീയിങ് എല്ലാം കൂടെ ഈ ഹോമത്തിൽ ഗിഫ്റ്റായിട്ട് കിട്ടാൻ പോകുന്നു. എല്ലാ ഭക്തർക്കും നിങ്ങളുടെ കൈകൾ നമസ്കാരം മുദ്രയിൽ വെച്ച് ഈ ഹോമത്തിന്റെ എല്ലാ ഫലങ്ങളും നമ്മൾ പ്രാർത്ഥിച്ചതും ശ്രീ പരംജ്യോതി കൽക്കി നമുക്ക് തരാനുള്ള ഗിഫ്റ്റ് എല്ലാം കൂടെ നമുക്ക് നിറച്ചു കിട്ടണം. ഈ 2026 നമുക്ക് ഒരു നല്ല വന്യജയമുള്ള ഒരു വർഷമായിരിക്കും എല്ലാവരും പ്രാർത്ഥന ചെയ്യുക. पद्मावती नमस्तुभ्यं वरदे कामरूपिणी यज्ञारम्भं करिष्यामि सिद्धे भवतु मे सदा सिद्धे भवतु मे सदा सिद्धे भवतु मे सदा ഇപ്പോ കങ്കണധാരണം, തിലകധാരണം. ഈ സമയത്ത് എല്ലാവരും നിങ്ങളുടെ നെറ്റിയിൽ കുങ്കുമം വെച്ച് സ്ത്രീകൾ नमो ब्रह्मणे नमस्ते वायो त्वमेव प्रत्यक्षं ब्रह्मासि त्वामेव प्रत्यक्षं ब्रह्म वदिष्यामि ऋतं वदिष्यामि सत्यं वदिष्यामि तन्मामवतु तद्वक्तारमवतु अवतु माम् अवतु वक्तारम् ॐ शुक्लां वरदरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये तदेव लग्नं सूर्यं तदेव ताराबलं चन्द्रबलं तदेव विद्याबलं दैवबलं तदेव लक्ष्मीपदे ते त्रियुगस्मरामि यत्र योगीश्वर कृष्णो यत्र पार्थो धनुर्धरः तत्र श्रीविजयो भूति ध्रुवाणि देवदेव स्मृते सकलकल्याणं वाचनं यत्र जायते पुरुषस्तवजं नित्यं प्रजापि शरणं हरिं सर्वदा सर्वकार्येषु नास्ति तेषाममङ्गलं येषामृतिस्थो भगवान् मङ्गलायतनं हरि लाभस्तेषां जयस्तेषां कुलस्तेषां पराभवः येषामिन्देव रश्यामो हृदयस्थो जनार्दनः सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके देवी नारायणे नमोऽस्तुते भ्यां नमः सचीपुरधराभ्यां नमः अरुन्धती वसिष्ठाभ्यां नमः इंद्रादिष्टदिक्पालदेवताभ्यो नमः आदित्यादिनवग्रहदेवताभ्यो नमः क्षेत्राधिष्ठानदेवताभ्यो नमः सीतारामाभ्यां नमः सर्वेभ्यो महाजनेभ्यो नमः सद्गुरुभ्यो नमः ॐ आगमानन्तु देवानां गमनानन्तु रक्षता कुरुकण्डारमन्तत्र देवतामानलाञ्छनम् ॐ दीपवरप्ररूपेण जगेशां संस्थिता अधर्माङ्गाभयान्यस्याम् अधज्ञानमपाकुरु. ഇപ്പോൾ അടുത്തതായിട്ട് ആചമനം. ഈ സമയത്ത് ഇവിടെ മന്ത്രോച്ചന സമയത്ത് 3 തവണ നിങ്ങളുടെ ഉദരണിയിൽ വെള്ളം എടുത്ത് കുടിച്ച് 4ാമത്തെ തവണ കൈ കഴുകുക. ॐ केशवाय स्वाहा ॐ नारायणाय स्वाहा ॐ माधवाय स्वाहा ॐ गोविन्दाय नमः ॐ विष्णवे नमः ॐ मधुसूदनाय नमः ॐ त्रिविक्रमाय नमः
ओम संकर्षणाय नमो वासुदेवाय नमो प्रद्युम्नाय नमः ओम अनिरुद्धाय नमो पुरुषोत्तमाय नमो मधोक्षजाय नमः ओम नारसिंहाय नमो अच्युताय नमो जनार्दनाय नमः ओम उपेन्द्राय नमो हरये नमो श्री कृष्णाय नमः ओम श्री भगवते नमः. ഇനി അടുത്തതായിട്ട് സ്ഥലശുദ്ധി. ഈ സമയത്ത് കുറച്ച് വെള്ളം എടുത്ത് വലത്തേ കൈ കുറച്ച് വെള്ളം എടുത്ത് മുഖത്തിന്റെ അറ്റത്ത് വെച്ച് നമ്മളുടെ അകത്തും പുറത്തുമുള്ള ദുഃശക്തി നമ്മളെ വിട്ട് നീങ്ങണം എന്ന പ്രാർത്ഥനയോട് മന്ത്രോച്ചരണ സമയത്ത് തലയിൽ ചുറ്റി തെളിക്കുക. ഇനി അടുത്തതായിട്ട് പവിത്രദാനം. ഈ സമയത്ത് ഭക്തരെല്ലാവരും പവിത്രമെടുത്ത് വലത്തെ കൈ മോതിരവിരലിടുക. ओम हृदयास्वाहवे नमसोपसत्य विक्रदेवं मित्रदेयं नो अस्तु अनुराधा नमशा वर्धयन्त शतं जीवेम शरदस्य वीराः पवित्रं कृत्वा नमस्ते 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 गीरां पुरोगाणां चक्षुषे नमो दिवे नमो पृथिव्ये आशेषे परिषत् महत्पादं मूले मया समर्पितां इमां सवर्णिमे किञ्चे दक्षिणामि പ്രാർത്ഥന ചെയ്യുക. എല്ലാവരും കൈകൾ നമസ്കാര മുദ്രയിൽ വെച്ച് നിൽക്കും. श्रीदिव्यचन्दनं समर्पयामि गन्धस्योपरि हरिद्रां कुङ्कुमं च समर्पयामि अलङ्करणाक्षतां समर्पयामि पुष्पैः पूजयामि ॐ सुमुखाय नमो मेघदन्ताय नमो कपिलाय नमः ॐ गजकर्णकाय नमो लम्बोदराय नमो विकटाय नमः ॐ विघ्नराजाय नमो गणाधिपाय नमो धूमकेतवे नमः ॐ गणाधीशाय नमो बालचन्द्राय नमो गजाननाय नमः ॐ वक्रतुण्डाय नमो सूर्पकर्णाय नमो हेरम्बाय नमः ॐ स्कन्दपूर्वजाय नमः ॐ श्री सिद्धिविनायकाय नमः ॐ श्री महागणाधिपतये नमः षोडशनामपूजां समर्पयामि सुखदयुतधूममारापयामि ॐ श्री महागणाधिपतये
എല്ലാവരും നിങ്ങളുടെ കൈകൾ സിസ്റ്റത്തിന് വേണ്ടി വയ്ക്കുക. ആരതി. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ തന്നി പ്രചോദയാത്. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ തന്നി പ്രചോദയാത്. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ തന്നി പ്രചോദയാത്. തന്നോ തന്നി പ്രചോദയാത്. തന്നോ തന്നി പ്രചോദയാത്. ഓം ശ്രീമഹാഗണാധിപതയേ നമഃ. നമസ്കാരം സമർപ്പയാമി. പ്രസാദം ശിരസാ ഗൃഹാമി. ജയ ബോല മംഗളപ്രദാത ശ്രീ പരംജ്യോതി കൽക്കി. ഇനി അടുത്തതായിട്ട് കലശപൂജ. ഈ സമയത്ത് കലശത്തിൽ നമ്മൾ പൂജ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റോട് കൂടി എല്ലാവരും ഇവിടെ പൂജയിൽ പങ്കെടുക്കണം. സോ നിങ്ങളുടെ കണ്ണുകൾ, നിങ്ങൾ മന്ത്രങ്ങൾ ഇവിടെ ചെവി കൊണ്ട് കേട്ട് ഇവിടത്തുള്ള ഈ ഒരു അറ്റ്മോസ്ഫിയർ, ഈ സമയത്ത് നമ്മുടെ ആ ടച്ച് നമുക്ക് തണുപ്പുണ്ടോ ആ ഒരു ഫീലിങ്ങോട് വളരെ അവയർനെസ്സോട് ഈ കലശപൂജയിൽ ഇപ്പൊ പങ്കെടുക്കണം. ഈ പ്രപഞ്ചത്തിൽ മൊത്തമുള്ളത് വൈബ്രേഷൻസ് ആണ്. ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്ന ഈ ചാൻറ്റിങ്ങോട് നമ്മളുടെ ഈ ഒരു വൈബ്രേഷൻസ് സിങ്കായി ഇന്ന് നമ്മൾ എന്ത് പ്രാർത്ഥിക്കാൻ പോകുന്നു അതിന്റെ അനുഗ്രഹം നമുക്ക് കിട്ടാൻ പോകുന്നു. ഈ സമയത്ത് എല്ലാവരും നിങ്ങളുടെ കൈകൾ നമസ്കാര മുദ്രയിൽ വെച്ച് ഇപ്പൊ 30 കോടി ദേവരും ഇവിടെ വന്ന് നമുക്ക് അനുഗ്രഹം തരണം എന്ന് പ്രാർത്ഥന ചെയ്യുക. സോ കൈകൾ നമസ്കാര മുദ്രയിൽ വെച്ച് മന്ത്രങ്ങൾ കേട്ടുകൊണ്ട് എല്ലാവരും ഈ പൂജയിൽ പവിത്രമായിട്ട് പങ്കെടുക്കുക. ഓം കലശസ്യ മുഖേ വിഷ്ണു കണ്ഠേ രുദ്രസമാശ്രിതഃ മൂലേ കണ്ഠസ്ഥോ ബ്രഹ്മാ മധ്യേ ഭാസ്കരനാഥഃ മുക്ഷോ കൃതാകനാസർവേ സത്യദേവാമോദര രുദ്രേദോദേ രുദ്രേദ സാമവേദോ വിതരണ അംബേഷു സംഹിതാ സർവേ കലശാപ സമാശ്രിതാഃ ആയാസുദേവ ഭൂതാനം സർവദുർദക്ഷേതാരകാഃ കണ്ഠേ ദേവതേ വിഷ്ണേ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലസ്മിൻ സന്നിധിം കുരു അസ്മിൻ കലശേ ആദിത്യാദിനമന ദേവതാ പ്രോതമഹായാമി ആപയാമി പൂജയാമി ആസനസമർപ്പയാമി മണ്ഡപസ്ഥദേവതാ പ്രോതമഹായാമി ആപയാമി പൂജയാമി ആസനസമർപ്പയാമി ഏകവിംശതിദേവതാ പ്രോതമഹായാമി ആപയാമി പൂജയാമി സോമരമ്യ ജഗമ്രാമേ ഗുണപാത്രം ദദാരയൻ മേഷാരൂഢം ജടാവത്തം ഗൗരവർണം മഹോജസം ധൂമധ്വജം ലോഹിതാക്ഷം സപ്താശി സർവകാമദം ആത്മാവിമുഖമാസീന ഏവം ധ്യായേതു ദാശനം. ഇപ്പൊ അമ്മ ഭഗവാൻ എല്ലാവരും ഇരിക്കും. അമ്മ ഭഗവാനെ നോക്കിയിരിക്കുന്നവർ ഇപ്പൊ കുറച്ച് അക്ഷതയും വെള്ളവും എടുത്ത് നിങ്ങളുടെ മുഖത്തിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ അടുത്ത വിധത്ത് ഈശ്വരി ദേവ പരിശോധ സർവാഃ പൂർവോ ഹി ജാതസ്യ ഉദർഭേ അന്തഃ സവിജായമാന സജനിഷ്യമാന പ്രത്യമുഖാസ്തിഷ്യതി വിശ്വലോമുഖഃ. പഞ്ചപാത്രത്തെ കീഴെ വെച്ചുക്കോ. അഗ്നി നോക്കി നമ്മൾ എങ്ങനെ ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ ക്രിയ ചെയ്യുക. ഈനി അഗ്നേ പ്രാമുഖാഗ്നേ മമാഭിമുഖോ ഭവ സുമുഖോ ഭവ സുപ്രസന്നോ ഭവ വരദോ ഭവ യഥോക്തജീവയാ ഹവേതു ആർണ. ഇപ്പൊ കുറച്ച് അക്ഷത എടുത്ത് പൂങ്കുളത്തിന്റെ 4 സൈഡിൽ നിന്നെടുക്കുക. ഓം ഭൂർഭുവസ്വഃ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഇപ്പൊ കുറച്ച് വെള്ളം എടുത്ത് പൂങ്കുളത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പിന്റെ 4 സൈഡും വെള്ളം തെളിക്കുക. സോദകേന വാണിയാ പ്രദക്ഷിണമഗ്നിം പരിസമോഹ്യ 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 കൽക്കിയേ നമഃ. സ്വാഹ സ്വാഹ. ഓം ശ്രീ സർവദേവ പരംജ്യോതി കൽക്കി നമഃ. ജയ ബോല സർവദേവ പരംജ്യോതി കൽക്കി. ഇപ്പൊ നമ്മൾ പ്രധാന ഹോമത്തിലേക്ക് പോകാൻ പോകുന്നു. പ്രധാന ഹോമത്തിൽ ഇപ്പൊ നമ്മൾ ആരാധന ഭാഗത്തിലേക്ക് പോകാൻ പോകുന്നു. ഈ സമയത്ത് നമ്മളുടെ വീട്ടിലും നമ്മളുടെ ഹൃദയത്തിലും ഇവിടെയുള്ള സർവദേവ പരംജ്യോതി കൽക്കി നമ്മളുടെ ജീവിതത്തിൽ എത്രയോ അത്ഭുതങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. ആ അത്ഭുതങ്ങളെല്ലാം നമ്മൾ ഓർക്കാം. ഇഹത്തിലും പരത്തിലും നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും നമ്മുടെ ലൈഫ് മാറ്റി മറിച്ചത് അമ്മ ഭഗവാന്റെ അനുഗ്രഹമാണ്. അത് ഐശ്വര്യമാകാം, ആരോഗ്യമാകാം, വീടാകാം, സന്താനമാകാം, കല്യാണമാകാം, ഉയർന്ന ചൈതന്യസ്ഥിതിയാകാം, പരിവർത്തനമാകാം, മുക്തിയാകാം, ഭഗവത് സാക്ഷാത്കാരമാകാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയത് എല്ലാവരും ഓർത്തും ഇപ്പൊ നന്ദി പ്രകടിപ്പിക്കുക.
ഒന്നൊന്നും നന്ദി പൂക്കളായിട്ട് മാറ്റി ഇപ്പോൾ അത് അവരുടെ പാദത്തിൽ സമർപ്പിക്കും. അപ്പൊ നമുക്ക് അനുഗ്രഹം പതിന്മടങ്ങായിട്ട് വരും. സോ ഇപ്പൊ ആരാധന സമയം എല്ലാവരും കൈകൾ ഭംഗിയോട് നിങ്ങളുടെ കൈകൾ നമസ്കാര മുദ്രയിൽ വെച്ച് ഇപ്പൊ ആരാധനയിൽ പങ്കെടുക്കുക. ഓം ലം പൃഥ്വീതത്വാത്മനെ ഗന്ധധർമാത്മനെ ശ്രീ സുദർശനായ നമഃ. കനിഷ്ഠികാഭ്യാം ഗന്ധം പരികൽപ്പയാമി. ഹമ്മാകാശതത്വാത്മനെ ശബ്ദതന്മാത്രാത്മനെ ശ്രീ സുദർശനായ നമഃ. അങ്കുഷ്ടാഭ്യാം പുഷ്പം പരികൽപ്പയാമി. യം വായുതത്വാത്മനെ സ്പർശതന്മാത്രാത്മനെ ശ്രീ സുദർശനായ നമഃ. രജനീഭ്യാം ധൂപം പരികൽപ്പയാമി. രം തേജസ്തത്വാത്മനെ രൂപതന്മാത്രാത്മനെ ശ്രീ സുദർശനായ നമഃ. മധ്യമാഭ്യാം ദീപം പരികൽപ്പയാമി. വം അമൃതതത്വാത്മനെ രസതന്മാത്രാത്മനെ ശ്രീ സുദർശനായ നമഃ. അനാമികാഭ്യാം അമൃതോപഹാര നൈവേദ്യം പരികൽപ്പയാമി. സംസർവാത്മനെ ഗന്ധശബ്ദ സ്പർശരൂപരസ തന്മാത്രാത്മനെ ശ്രീ സുദർശനായ സർവാംഗുലിനി സർവോപചാര പൂജാം സമർപ്പയാമി. ഓം സഹസ്രാദിത്യ സഹസ്രാശം സഹസ്രവദനം പ്രഭും സഹസ്രകം സഹസ്രാരം പ്രപദ്യേഹം സുദർശനം അസംഗംഹാരകേയൂരം മുകുന്ദാനുലകുണ്ടലൈ ശോഭനൈർഭൂഷിതതനും പ്രപദ്യേഹം സുദർശനം സാകാരപരികർമ്മം വദതാം ചതുർവിധാം സർവലോകപ്രശമനം പ്രപദ്യേഹം സുദർശനം രണകീർത്തിജാതേന രാക്ഷസമഹാത്മകം യാതകേശം വിരൂപാക്ഷം പ്രപദ്യേഹം സുദർശനം ഓംകാരൈകമം ദീപം പ്രണതാതിമനസരം സർവപാപപ്രശമനം പ്രപദ്യേഹം സുദർശനം സർവാനാഥാവേദേശ്യം ദിവ്യമന്ത്രേണ സംയുക്തം ശ്രിയം പ്രസന്നവദനം പ്രപദ്യേഹം സുദർശനം ഏതൈകൃത്യസോദേവം പ്രസന്നശ്രീ സുദർശനഃ രക്ഷാം കരോതി സർവാത്മാ സർവം പ്രവിജയീമഹേ. ഓം സുദർശനായ വിദ്മഹേ രാജായ ധീമഹി തന്നോ പ്രചോദയാത്. സുദർശനായ വിദ്മഹേ രാജായ ധീമഹി തന്നോ പ്രചോദയാത്. സുദർശനായ വിദ്മഹേ മഹാകാലായ ധീമഹി തന്നോ പ്രചോദയാത്. നമസ്തേയ വിദ്മഹേ സഹസ്രപാദായ ധീമഹി തന്നോ പ്രചോദയാത്. ജയ ബോലാനുഗ്രഹപ്രദാന ശ്രീയമ്മ ഭഗവാനിക്ക്. ഇപ്പൊ നമ്മൾ ഇഹത്തിന് വേണ്ടി പ്രാർത്ഥന ചെയ്യാൻ പോകുന്നു. അപ്പൊ നമുക്ക് അനുഗ്രഹം കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഇഹം മന്ത്രം ചൊല്ലി ഇപ്പൊ പ്രാർത്ഥന ചെയ്യാൻ പോകുന്നു. ഇപ്പൊ നമ്മളോടൊപ്പം നിങ്ങൾ എല്ലാവരും ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കണം. ഓം സച്ചിദാനന്ദ പരബ്രഹ്മ പുരുഷോത്തമ പരമാത്മ ശ്രീ പരംജ്യോതി ഭഗവതി സമേത ശ്രീ പരംജ്യോതി ഭഗവതേ നമഃ. ഇവിടെ ഈ പരംജ്യോതി ഭഗവതി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ സ്ത്രീ ദൈവങ്ങളും, ശ്രീ പരംജ്യോതി ഭഗവാൻ എന്ന് പറയുമ്പോൾ എല്ലാ പുരുഷ ദൈവങ്ങളും, അതായത് 33 കോടി ദൈവരും അവരുടെ ഐക്യത്വമാണ് ഈ പരംജ്യോതി. ഇപ്പോ ആ പരംജ്യോതി ഇപ്പൊ നമ്മൾ പുകഴ്ത്തി ഇഹമന്ത്രം ചൊല്ലി പ്രാർത്ഥന ചെയ്യാൻ പോകുന്നു. ഈ സമയത്ത് നമ്മൾ 3 തവണയുടെ ദാസാസ് മന്ത്രം ചൊല്ലുമ്പോൾ നിങ്ങളും നമ്മളോടൊപ്പം ഇഹമന്ത്രം ചൊല്ലി ഇപ്പോ സ്വാഗതം ചൊല്ലുമ്പോൾ നിങ്ങൾ എല്ലാവരും നെയ്യ് ഒഴിച്ച് പ്രാർത്ഥന ചെയ്യുക. परब्रह्मणे परमज्योतिषे स्वाहा स्वाहा. ओम श्रीं ह्रीं क्लीं कृष्णाय गोविन्दाय गोपीजनवल्लभाय पराय परमपुरुषाय परमात्मने परकर्म मंत्र यंत्र तंत्र औषधाश्च शस्त्राणि सम्मन्योर्मोचय मोचय. ओम नमो भगवते महासुदर्शनाय धीमहि ज्वालापर्यन्ताय सर्वदिक्षोपरिकराय ओम फट्
विहारोय देवस्य विश्वं यज्ञ